വിസ്മയകരമായ ഒരു രാഷ്ട്രീയ ജീവിതത്തെയാണ് ശ്രീ VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലൂടെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നത്. അങ്ങിവിടെ പറഞ്ഞതുപോലെ ദുരിതപൂർണമായ ബാല്യവും കൗമാരവും പിന്നിട്ട്, സംഭവബഹുലമായ യുവത്വം പിന്നിട്ട്, അനുഭവങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയമായ പങ്കുവഹിച്ചത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ, കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ ജീവിതം, സാധാരണക്കാരോടൊപ്പമുള്ള ഇടപെടലുകൾ എല്ലാം അദ്ദേഹത്തെ ഒരു മികച്ച രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഞാൻ എപ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കിക്കാണുന്നത്, എല്ലാ ലോകരാജ്യങ്ങളിലും രാഷ്ട്രീയ സാമൂഹിക കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് മധ്യവർഗമാണ്. ആ മധ്യവർഗത്തിന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥലങ്ങളിലെയും രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിർണായകമായ പങ്കുണ്ട്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മധ്യവർഗത്തിൻ്റെ മുമ്പിൽ അവർക്ക് ശ്രീ VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയായി അവർ സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷയും അവർ വിശേഷിപ്പിച്ച പഴഞ്ചൻ സമീപനങ്ങളും ഒന്നും കേരളത്തിലെ മധ്യവർഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ പിന്നീട് തന്നെ പഴഞ്ചനായി കണ്ട, തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു മധ്യവർഗത്തിലെ ആ മധ്യവർഗത്തെ കൊണ്ട് അവരുടെ ഇടയിൽ ഏറ്റവും ജനപ്രീതിയുള്ള ഒരു നായകനാക്കി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാറ്റം. തന്നെ ഇഷ്ടമില്ലാതിരുന്ന ഒരു വിഭാഗത്തിൻ്റെ ഇടയിൽ അവരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, ഏറ്റവും പ്രിയപ്പെട്ടവനായി മാറാൻ അദ്ദേഹത്തിൻ്റെ നടപടികൾ, അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ എല്ലാം കാരണമായി. ഞങ്ങൾക്കെല്ലാം രാഷ്ട്രീയമായി പല വിയോജിപ്പും അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളോടും ഉണ്ടായിരുന്നു. ചില കാര്യങ്ങളിൽ യോജിപ്പും ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. നിരവധി ഭൂമി പ്രശ്നങ്ങൾ, ലോട്ടറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം ചേരുന്നത് ഞാൻ കണ്ടു. ഭൂമി പ്രശ്നങ്ങളിലെല്ലാം അതിശക്തമായ നിലപാട് അദ്ദേഹം എടുത്തു. HMT ഭൂമി പ്രശ്നം വന്നപ്പോഴും, തോഷിബാനന്ദിൻ്റെ ഭൂമി വിഷയം വന്നപ്പോഴും അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പമായിരുന്നു. ലോട്ടറി മാഫിയയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഞങ്ങൾ ഉയർത്തിയപ്പോൾ 80,000 കോടി രൂപ 4 വർഷം കൊണ്ട് ലോട്ടറി മാഫിയ കേരളത്തിലേക്ക് കടത്തി എന്നുള്ള വിഖ്യാതമായ ഒരു പ്രസ്താവന നടത്തി അദ്ദേഹം പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നു. ഭരണത്തിലിരിക്കുമ്പോഴും ഒരു പ്രതിപക്ഷ മനോഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഒരു പ്രത്യേകതയാണ്. വളരെ അപൂർവം പേർക്ക് മാത്രം ഉൾക്കൊള്ളാൻ കഴിയുന്ന ചില കാര്യങ്ങളിലുള്ള നിലപാടുകൾ, പാരിസ്ഥിതികമായ പ്രശ്നങ്ങളിൽ, ഭൂമി പ്രശ്നങ്ങളിൽ, പിന്നോക്ക ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ വിഷയങ്ങളിൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ രൂപപ്പെടുത്തിയെടുത്ത ചില അഭിപ്രായങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തെ കേരളത്തിൽ വളരെ വ്യത്യസ്തനായൊരു രാഷ്ട്രീയ നേതാവാക്കി മാറ്റിയത്. കേരളം എന്നും ഓർത്തുവയ്ക്കുന്ന, ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്ന ഒരു മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സമുന്നതനായ ഒരു രാഷ്ട്രീയ നേതാവുമാണ് അദ്ദേഹം എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരവുകൾ അർപ്പിക്കുന്നു.